അതെ, ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡെസ്ക് മേക്ക് ഓവറാണേ. പിന്നെ ഇത് ആ സൈഡ് ഒരു ബ്രൗൺ കളർ കബോർഡ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ തീമായിട്ട് ആ കളർ ഒട്ടും മാച്ച് ചെയ്ത് പോകുന്നില്ല. പിന്നെ ഇത് ഈ 2 സ്വിച്ച് ബോർഡ് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോയിൽ തന്നെ വരുന്നുണ്ട്. ഇതില്ലേ നൈറ്റ് ഇങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബെഡ് ലൈറ്റ് ഇട്ട് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ. പിന്നെ ഈ സെല്ലോ ടൈപ്പൊക്കെ ഈ താഴെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ, ഇവന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ഞാൻ ആക്ച്വലി ഇതും ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ച്, പക്ഷെ ടൈം കിട്ടിയില്ല. ഇതൊന്നും മാത്രം ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് മേടിക്കേണ്ട, ഇതും ചെയ്തെടുത്താൽ മതി. അത് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് അത് ചെയ്യുന്ന വീഡിയോ ഇടാം. പിന്നെ ഇത് ഈ വാൾ സ്റ്റിക്കേഴ്സൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ട്, പക്ഷേ പ്രിൻ്റ് എടുത്തതല്ല, ഈ യൂസ് ചെയ്തിട്ടുള്ള A4 ഷീറ്റില്ലേ കണ്ട, അതിൻ്റെ ബാക്കിൽ ഓൾറെഡി അത് യൂസ് ചെയ്തതാണ്. ഒരു സൈഡ് യൂസ് ചെയ്തതാണ്, മറ്റേ സൈഡ് യൂസ് ചെയ്തിട്ടില്ല. ആ സൈഡിൽ ഞാനിങ്ങനെ പെയിൻ്റൊക്കെ യൂസ് ചെയ്ത് വരച്ച് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇതും പ്രിൻ്റ് എടുക്കാനുള്ള ക്യാഷോ ഒന്നും ആവുന്നില്ല. ഇനി വാൾ ഗ്രിഡും യൂസ്ഡ് പേപ്പേഴ്സ് കൊണ്ട് ചെയ്ത് തന്നെയാണ്. ഇതാണ് വാളിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം മേക്കിംഗ് വീഡിയോ പുറകെ വരുന്നുണ്ട്. മേക്കിംഗ് വീഡിയോ മാത്രമല്ല, ഫൈനൽ ലുക്കും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഓർഗനൈസർ ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലാതെ ചെയ്തത്. കാരണം കറക്റ്റ് അളവൊന്നും എടുത്തിട്ടില്ലെങ്കിൽ അത് നേരെ കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ കളറ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ഷെയ്ഡായിരുന്നു ഷോർട്സിൽ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി അടുത്തതൊരു ഡെയിലി പ്ലാനറാണ്. അതിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട്, ആഗ്രഹമുള്ളവർ കണ്ടുനോക്കുക. പിന്നെ ഒരു ഫ്ലവർ വേസ് ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഈ സ്പൈഡർമാൻ്റെ ഓർഗനൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് പല വീഡിയോയിലും വച്ചിട്ടുണ്ട്. അത് വെക്കാൻ ഇവിടെ സ്ഥലമില്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ താഴെ വെച്ചത്. പിന്നെ അതിൻ്റെ കളറും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കൂട്ടായിട്ട് 2 ക്യാൻഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സാധനം ഇത് ശരിക്കും വീഡിയോയിൽ നേരിട്ടുള്ള അത്രയും ഭംഗി വീഡിയോയിൽ കിട്ടുന്നേ ഇല്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ ഏറ്റവും അടിയിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെയറും കൂടി വെച്ച് കൊടുക്കാം. ഇതൊക്കെ പിന്നെ ബ്രഷ് പെൻസ് ഉണ്ട്, കളർ പെന്നുണ്ട്, പിന്നെ ട്വിൻ മാർക്കേഴ്സ് ഉണ്ട്, പിന്നെ കളർ പെൻസിലുണ്ട്. ഇതിൽ ഇതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനകത്ത് എന്താണുള്ളത് നോക്കാം. ഇതിൽ പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട്. രണ്ടും കൂടി ഞാൻ ഒന്നിച്ച് വെച്ചതാണ്. ഇതിൽ പിന്നെ മാർക്കർ, പെന്ന്, ഇറൈസർ, ഷാർപ്നർ, പിന്നെ വീണ്ടും പിന്നെ പെൻസിൽ, പിന്നെ കുറച്ച് സ്കെച്ചസും കൂടി. ഇത് രണ്ടും ഇങ്ങനെ ഒന്നിച്ച് വയ്ക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർഗനൈസറാണ്. ഇതിനകത്ത് മാസ്കിംഗ് ടേപ്പും സെല്ലോ ടേപ്പും, പിന്നെ ഇതിനകത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബുക്സുകളുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ബുക്സുകൾ. അത് ഞാൻ കളർ ചെയ്ത് വെച്ചത്, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് അപ്പുറത്തേതിലെന്താ, ഇതിൽ ഡബിൾ സൈഡ് ടേപ്പും സിസേഴ്സും ഗമ്മും അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിൽ അതുപോലെ തന്നെ മെയിൻ ഐറ്റംസാണ് ഗമ്മും, അതായത് ഫെവിക്കോളും സിസേഴ്സൊക്കെ. പിന്നെ എൻ്റെ കളർ പേപ്പേഴ്സും A4 ഷീറ്റ്സും റൈറ്റിംഗ് പാഡും പിന്നെ കുറച്ച് നോട്ട്ബുക്സൊക്കെ ഞാൻ ഇതിലാണ് വെക്കാറ്. പക്ഷെ ഇത് വെക്കാൻ മാത്രമേ എനിക്ക് സ്ഥലം
ഒത്തില്ല. അപ്പം ഞാനിവിടെ താഴെ വെച്ചാലോ നോക്കി, പക്ഷേ ഈ സൈഡ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചെയർ വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ്റെ അത് വെക്കാൻ പറ്റില്ല. പിന്നെ അവസാന സ്ഥലം കിട്ടിയത് ഇവിടെയാണ്. ഇതാണ് മേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലുക്ക്. ഈ ഡ്രസ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ പേപ്പേഴ്സും പിന്നെ അക്രിലിക് കളറും പെയിൻറ്റില്ലേ അതും മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരേ കളറിലുള്ളത്. അതായത് ഓഷ്യൻ ബ്ലൂ ആണ് കളർ തീം. അപ്പോൾ ഓഷ്യൻ ബ്ലൂവിൻ്റെ കളർ പേപ്പറും സെയിം അക്രിലിക് പെയിൻറ്റും. പിന്നെ അല്ലാതെ കുറേ വേസ്റ്റായിട്ടുള്ള കാർഡ് ബോർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ A4 ഷീറ്റ്സ് വേസ്റ്റായിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. വാൾ ഗ്രിഡും വാൾ സ്റ്റിക്കേഴ്സൊക്കെ ചെയ്യാൻ A4 ഷീറ്റ്സ് ഒരു സൈഡ് യൂസ് ചെയ്തത്, മറ്റേ സൈഡ് നല്ലതായിട്ടുള്ളതാണ് യൂസ് ചെയ്തത്. പിന്നെ വരുന്നത് കുറച്ച് കളർ ചെയ്യാൻ ബ്രഷ് വേണം. പിന്നെ അവിടെ കുറച്ച് വേറെ കളേഴ്സ്, ചിലതിൽ ഞാൻ ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്, ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട്, പിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ മാല പൊട്ടിയതിൻ്റെ മുത്തുകളുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ കുറേ എണ്ണത്തിൽ ഡെക്കറേറ്റ് ചെയ്തത്. അത് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ കളർ പേപ്പറിനൊക്കെ ജസ്റ്റ് 1 രൂപ 2 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഒരെണ്ണത്തിന്. അപ്പോൾ അത് ഒരു 10-20 അത്ര നമ്പർ മതിയാവും. അപ്പോൾ 20 രൂപയിലൊക്കെ ഈ കളർ പേപ്പർ കൊണ്ടുള്ള ഓർഗനൈസേഴ്സ് റെഡിയാവും. പിന്നെ ഈ അക്രിലിക് പെയിൻറ്റ് എനിക്ക് ഒരു ബോട്ടിൽ പിന്നെ കുറച്ചേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഒരു ബോട്ടിലിന് 25 രൂപ അത്രയല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് വേണമെങ്കിൽ 2 ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 50 രൂപയിൽ അതും കഴിയും. പിന്നെ വേണ്ടത് ഒരു പെയിൻറ്റ് ചെയ്യാൻ ഒരു കുഞ്ഞ് ബ്രഷ് വേണം, പിന്നെ ഒരു ഫെവിക്കോള് വേണം. ഒരു ചെറിയ ബോട്ടിൽ മതി, അതെല്ലാം കൂടി ചെയ്യാൻ ഒരു ചെറിയ ബോട്ടിൽ മതിയാവും. പിന്നെ A4 ഷീറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ യൂസ്ഡ് ആണ്. അത് നിങ്ങൾ ഏതെങ്കിലും ഈ വാൾ ഗ്രിഡിനൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ന്യൂസ് പേപ്പറും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ വാൾ സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജ് കീറിയെടുത്താലും മതി. പിന്നെ ഞാൻ ഈ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൽ ഇത് ഈ കൊറിയറൊക്കെ കിട്ടുമ്പോൾ അതിൽ സേഫായിട്ട് വരാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തെടുത്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. വേണ്ടിയിട്ടൊന്നും വേറെ ക്യാഷ് ചിലവാക്കണം എന്നില്ല. പിന്നെ മാലൻ്റെ മുത്താണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ മാലൻ്റെയോ അല്ലെങ്കിൽ കുഞ്ഞ് ഗ്ലാസ് വർക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവും പഴയത്, ആ ഗ്ലാസ് വർക്ക് എടുത്തിട്ടും അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ഈ മുത്തിനെങ്ങനെ നിർത്താൻ നോക്കിയതാ ഈ ക്യാൻഡിൽ വെച്ചിട്ട്, പക്ഷെ അത് നിന്നില്ല, വീണുപോയി. അതിൻ്റെ പിന്നെ ഇങ്ങനെ കിടത്തി വെച്ചിട്ട് മുത്ത് വെച്ചു. അപ്പോഴാണ് അത് ഒട്ടാനുള്ള സമയം കിട്ടിയത്. പിന്നെ അത് ഇവിടെ കണ്ടില്ലേ, ഇതുപോലുള്ളതൊക്കെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം, ത്രെഡോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ കവറായി പോവുകയും ചെയ്യും, ഒരു നല്ല ഭംഗിയും കിട്ടും. ഈ ബോക്സിൽ ഞാൻ പേപ്പർ കട്ടറും സിസേഴ്സും ഫെവിക്കോളൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. പക്ഷെ ഞാനത് പിന്നെ ചേഞ്ച് ചെയ്തിട്ട് അതിൽ മറ്റേ ട്വിൻ മാർക്കർ വെച്ചു.
പിന്നെ ഇത് ഞാൻ സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ടാണ് അതിൽ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അതൊന്നും ശരിയായില്ല, സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. മാസ്കിംഗ് ടേപ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് കേട്ടിരിക്കുന്നത് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഞാനത് വീണ്ടും തുടച്ചെറിഞ്ഞ് കൈ കൊണ്ട് തന്നെ ചെയ്തു. അതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണ്ടേ. അപ്പോൾ വീഡിയോ എടുക്കലും രണ്ടും കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പേപ്പറൊക്കെ ഒട്ടിച്ച് വരുമ്പോഴേക്കും പെയിൻ്റൊക്കെ സ്പ്രെഡായി. പിന്നെ വീണ്ടും ബ്ലാക്ക് അടിക്കേണ്ടി വന്നു. പിന്നെ ഇങ്ങനെ ഒരു ത്രെഡൊക്കെ വെച്ച് കൊടുത്താൽ സെറ്റായി. ഇത് അക്രിലിക് പെയിൻറ്റ് മേടിക്കുമ്പോൾ കിട്ടിയതാണ്. അത് ഞാൻ പെയിൻ്റ് അടിച്ച് ഈ കളറിലാക്കിയിട്ട് അതിൽ കളർ പെൻസിൽസ് വെച്ചു. പിന്നെ അതിൽ ചെറിയൊരു ഡിസൈനും ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ബുക്ക് ഷെൽഫിന് താഴെ വയ്ക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ചെറുതുണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഈ ബോക്സിൽ ഇത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം എല്ലാ കളേഴ്സും ഒന്ന് വെച്ച് നോക്കി, ബ്രഷൊക്കെ വെച്ച് നോക്കി. എന്നിട്ടാണ് ഈ ബോക്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ കറക്റ്റായിരുന്നു. ചെറിയൊരു സ്പേസ് പോലും എക്സ്ട്രാ ഉണ്ടാവുക അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ഒന്നും ചെയ്തില്ല. കറക്റ്റായിരുന്നു. ഈ ബാഗ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് ഒരുപാടായി പോകുന്ന വെച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷേ ഇതല്ല ശരിക്കും. ഇങ്ങനെ ഈ ഡിസൈൻ ഒരു പ്ലെയിൻ ആയിട്ടാണ് ഞാൻ ആദ്യം ചെയ്തത്. പക്ഷെ അതിൻ്റെ മുകളിൽ പെന്ന് വെച്ചിട്ട് കറിയായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ കറിയായിപ്പോയി. അപ്പോൾ അതിന് പിന്നെ ഒരു ഡിസൈൻ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഈ ബോക്സ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു റോയൽ ബ്ലൂവിൻ്റെ ഒരു കളറും കൂടി അതിന് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് വെച്ചിട്ട് അതിൽ ഞാനൊരു സൈഡിൽ റോയൽ ബ്ലൂവിൻ്റെ ഒരു കളർ കൊടുത്തു. അപ്പോഴാണ് നോക്കണത് വീണ്ടും ഒന്നും കൂടെ എൻ്റെ ആ യെല്ലോ ബട്ടൻ്റെ തൊട്ട് മുകളിലുണ്ടോ വീണ്ടും അതിൽ കറ അപ്പായതാണ്. ഞാൻ ഉണങ്ങാതെ അത് ഒട്ടിച്ചു, അങ്ങനെ ആയതാണ്. പിന്നെ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാർട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ ഇത് വാൾ ഗ്രിഡിനുള്ളതാണ്. ഇത് യൂസ്ഡ് എ4 ഷീറ്റ് തന്നെയാണ്. സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും അതിൽ. ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ അതിൽ ഞാൻ കുറച്ച് ചെറിയ കളർ പേപ്പറുകളിൽ ഓരോ കോഡ്സൊക്കെ എഴുതിയിട്ട് വച്ചിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും സംസാരിക്കാനൊന്നുമില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു എന്താ പറയേണ്ടതെന്ന്. ഞാൻ അധികം സംസാരിക്കുന്ന ടൈപ്പൊന്നുമല്ല. ഇപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് 17 മിനിറ്റോളം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ എങ്ങനെയാണാവോ ഇത്രയും ഞാൻ സംസാരിക്കുക എന്നുള്ളത്. എന്തായാലും നിങ്ങൾ കുറച്ച് മ്യൂസിക് കേട്ടിരിക്കുക. ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ.
കണ്ടോ 2 പേപ്പർ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു അവിടെ. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം വെച്ച് ഒട്ടിച്ചിട്ട് അതിൽ കളർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഡിസൈനുമായി അതങ്ങ് ഹൈഡ് ചെയ്ത് കിടക്കുകയും ചെയ്യും. ഈ സ്വിച്ച് ബോർഡ് ഹൈഡ് ചെയ്യണമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അത് ഭയങ്കര ഒരു ഭംഗിയില്ലാതെ തോന്നി. പിന്നെ ആണ് ഞാൻ ചിന്തിച്ചത് ശരി അത് ഹൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്നുള്ളത്. ആക്ച്വലി ഇത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇത് വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല, പിന്നെ ഞാൻ ആ വീഡിയോ ഇട്ടില്ല. എല്ലാം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു, പക്ഷെ ഇഷ്ടമാവാതായപ്പോൾ ഞാൻ ഇട്ടില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു എൻഗേജ്മെൻറ്റും ഉണ്ടായിരുന്നു, അങ്ങനെ ഈ ആഴ്ചയിലോട്ട് അത് മാറിപ്പോയതാണ്. അങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒരു സൈഡ് ഓപ്പൺ ചെയ്യണ പോലെ ചെയ്യരുത്, അത് പൊട്ടി വീഴുന്നുണ്ട്. പിന്നെയാണ് ഞാൻ നടുവിൽ ഒട്ടിച്ചിട്ട് 2 സൈഡും ഓപ്പൺ ആക്കിയിട്ടത്. അപ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്നും സ്വിച്ച് ഇടുകയും ചെയ്യാം, അതങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, ഇവിടെയും വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഭംഗിയില്ലാതെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചും മറിച്ച് കൊടുത്താൽ മതി.